നമസ്കാരം. ഇന്ന് കോട്ടയം കളക്ട്രേറ്റിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ, അത് നമുക്കൊന്ന് കണ്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. ഇത് പരിപാടി ഇപ്പോഴും ഉണ്ടോ ചേട്ടാ? ഇതിപ്പോഴും ഉണ്ടോ? വളരെ കുറച്ച് ആൾക്കാരെ ഇതിലുള്ളൂ ഇപ്പോൾ അല്ലേ? അത് പ്ലാസ്റ്റിക് ഇപ്പോഴും കിട്ടാനുണ്ടോ? വരിയുന്നവരെ കുറച്ചേ ഉള്ളൂ അല്ലേ? നമ്മുടെ ഇതുപോലുള്ള ചൂരലുണ്ടായിരുന്നല്ലോ പണ്ട്, അതിപ്പോഴും ഉണ്ടോ? ചൂരലും കിട്ടാനുണ്ടോ? ഉണ്ടല്ലേ? സംക്രാന്തി നാട്ടകം അവിടെയൊക്കെ ഉണ്ട്. അന്യം നിന്ന് പോയ നമ്മുടെ ഈ തൊഴിൽ വീണ്ടും നിലനിർത്താനും നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥർ ഇന്നും നമ്മുടെ കളക്ട്രേറ്റ് ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ ഈ കാണാൻ പോലും കിട്ടത്തില്ല. ഇന്നിപ്പോൾ ഇത് നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല. എനിക്കിപ്പോൾ പണികളൊന്നും ഇല്ല. പണിയില്ല. പിന്നെ ആരെങ്കിലും ചെന്ന് രണ്ട് പാട്ടൊക്കെ പാടി കേൾപ്പിക്കുമ്പോൾ ആരെങ്കിലും ചായ കുടിച്ചതൊക്കെ പിന്നെ വിലക്ക് തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെ വന്ന് കയറിയേ? ഞാൻ ഇവിടെ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്നിങ്ങനെ കെട്ടിട്ടുള്ളതാണ്. ഓ അത് ശരി. ചോദിച്ചപ്പോൾ ഉണ്ടോ? അപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം ചേട്ടനാണോ എടുക്കുന്നത്? ഞാൻ തന്നെ കൊണ്ടുവരും. അപ്പോൾ ഒരു കസേര വരിയുന്നതിന് അപ്പോൾ എത്ര രൂപയാവും? ഇത് പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കിട്ടുമ്പോൾ 800 രൂപ. 800 രൂപ അല്ലേ? ഒരു ദിവസം എടുക്കുമോ കെട്ടാൻ? ഇന്നിപ്പോൾ ഏറ്റവും താമസിക്കും. ഞാൻ പറഞ്ഞ എനിക്ക് 5 മണിക്ക് തീരെയല്ല, ഒരു അരമണിക്കൂർ 1/4 മണിക്കൂറൊക്കെ സമയം തരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബം പുലർത്താൻ വേണം. അപ്പം വൈകിട്ട് 5 പോകുന്നതിന് മുമ്പായിട്ട് തീർക്കുകയും വേണമല്ലോ അല്ലേ? നമുക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അദ്ദേഹത്തെ സഹായിക്കാൻ നല്ല മനസ്സ് കാണിച്ച നമ്മുടെ കളക്ട്രേറ്റിലെ നല്ലവരായ ഉദ്യോഗസ്ഥർക്കും നമുക്ക് നല്ല ബിഗ്, പ്രായം നോക്കാതെ ഇപ്പോഴും അധ്വാനിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഈ ചേട്ടനെ നമുക്ക് അനുമോദിക്കാം. അദ്ദേഹത്തിന് ദൈവം ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.